ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും റാഹത്ത് തന്നെയാണല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കും മക്കൾ കൂടെ റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ 15-ാം ദിവസത്തെ നോമ്പ് തുറാന്ന് പറയാനൊന്നുമില്ല, നോമ്പ് തുറക്കണമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ സമയത്ത് കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ നോമ്പായി നോക്കുമ്പോൾ മര്യാദ കറണ്ട് തന്നെ ഇല്ല. കറണ്ടൊന്നും ഇല്ലാതായപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇറച്ചിപ്പത്തലിനില്ല പിന്നെ ചിക്കന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ പൊരിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചട്ടിയിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുകയും ചെയ്യാം. പക്ഷെ പൊരിച്ചെടുത്താൽ ഒന്നും കൂടി ഒരു നല്ല ഹാർഡായിട്ട് നല്ല രസമുണ്ടാവും കേട്ടോ. അങ്ങനെ മിക്സിൻ്റെ ജാറൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ട്, പക്ഷെ ഒന്നിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. എന്താണ്, ഇറച്ചിപ്പത്തലും ചട്ടിപ്പത്തിരിയും ഒക്കെ നമ്മൾ കാണിച്ചതാണല്ലോ, അതുകൊണ്ട് ഒന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. റഹ്മാൻ ബ്ലോഗ്സ് ചട്ടിപ്പത്തിരി എന്നൊക്കെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കാണും. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് നോമ്പ് തുറക്കാം, പിന്നെ നോമ്പ് നാഷ്ടൊക്കെ പറഞ്ഞാൽ കുഷ്ക ബിരിയാണിയാണ് കേട്ടോ വെക്കണേ, ബീഫ് ഇട്ടിട്ട്. അപ്പം ഞാൻ അതിലേക്കില്ല പിന്നെ ഉള്ളിയും പിന്നെ ഇറച്ചിപ്പത്തലിനുള്ളിയും എല്ലാ ഉള്ളിയും കൂടി കുറച്ചേ ചാക്കുന്നുള്ളൂ. കുറേ ആക്കിയാലൊക്കെ ഇപ്പം എന്തുണ്ടാക്കിയാലും ബാക്കിയാണല്ലോ. അങ്ങനെ ഇറച്ചിപ്പത്തലിനെല്ലാം മസാല ഒക്കെ ആക്കിയിട്ടോ, ഉള്ളി ഇതെല്ലാം മുറിച്ചിട്ട്. അതാണ് ഒന്നും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല. ഞാനെങ്കിലും ഇറച്ചിപ്പത്തലിൻ്റെ വീഡിയോ ഇനി കാണുന്ന വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇരുന്ന ബാക്കിയുള്ളത് ഉള്ളി ഇതിനും വെച്ച് പിന്നെ ഇറച്ചിപ്പത്തലിനെല്ലാം മൈദയും കുഴച്ച് വെച്ചിട്ടോ. മൈദയും കുഴച്ചിട്ട് അവിടെ പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹാർഡായി പോകുമല്ലോ. അപ്പം ഞാൻ എന്താക്കി, ആ കുഴച്ച സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് അവിടെ പൊത്തി അവിടെ വെച്ചിട്ടോ. എന്നിട്ട് ഞാനത് പരത്തി കൊടുക്കുക, മോള് ഇതാക്കുക. അങ്ങനെ പിന്നെ എന്താക്കി, കുഷ്ക ബിരിയാണി വെക്കാനുള്ളത് പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഉള്ളിയൊക്കെ വാട്ടി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണമല്ലോ, കുഷ്ക ബിരിയാണീൻ്റെ എല്ലാം എല്ലാവർക്കും അറിയണമല്ലോ. പക്ഷെ നോക്കുമ്പോൾ നല്ല നെയ്യില്ല ഇറച്ചിയേനും. അപ്പം ഞാൻ വിചാരിച്ചു കുഷ്ക വെക്കാമെന്നും പറഞ്ഞിട്ട് നല്ല നെയ്യുണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, നെയ്യിൽ ഇറച്ചിയാണല്ലോ നമ്മൾ കപ്പ ബിരിയാണിക്കും കുഷ്ക ബിരിയാണിക്കൊക്കെ നെയ്യിൽ ഇറച്ചിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ പിന്നെതാ ഞാൻ ഇതിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്, ഓളിങ്ങനെ ഫില്ലാക്കുന്നുണ്ട്. സമയം ഒരു 5 മണി 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹുസ്ന വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ എന്താക്കി അതെല്ലാം പരത്തി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ പിന്നെ ലാസ്റ്റേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിന്. പിന്നെ അത് ചുട്ടെടുക്കുക. വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. മൈദൻ്റെതായതുകൊണ്ട് ലുക്കൊന്നും നിങ്ങൾ ആരും നോക്കണ്ട, ലുക്കിലൊന്നും കാര്യമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അങ്ങനെ പിന്നെ അതൊക്കെ ചുട്ടെടുത്ത് വത്തൊക്കെ വരുന്നു, അത് ജ്യൂസ് അടിച്ച് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, അതിനൊരു ചെറിയൊരു കടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെയല്ല ചുട്ടെടുത്ത നല്ല രസമുണ്ട് കേട്ടോ, തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കാര്യമായിട്ടില്ല, വലിയ വീഡിയോ ഒന്നുമല്ല. ഇതൊക്കെ കാണിച്ച വീഡിയോ തന്നെ പിന്നെയും കാണിക്കേണ്ട, മസാല ആക്കണത് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തൽക്കാലം ചെറുങ്ങനെ ഒന്ന് കാണിച്ച് തരികയാണ്. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.